ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മോഹൻലാലിനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. മോഹൻലാലിന് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ അത് പിന്നെ മോഹൻലാല് എവിടെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നസീർ സാർ ആ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓടി വരുമായിരുന്നു. അപ്പൊ ഇന്നടുത്ത് ഷൂട്ടിങ് നസീർ സാറിനെന്ന് പറഞ്ഞാൽ പുള്ളി കാർ എടുത്ത് അവിടെ വരാറുണ്ട്. അങ്ങനെ പുള്ളിയോടെ ഒരു തോന്നിയിട്ടുണ്ട്, എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിനോടുണ്ടല്ലോ. അതൊരിക്കൽ സാറേ ഞാൻ പടം എടുക്കാമെങ്കിൽ ആദ്യം മോഹൻലാലിനെ വെച്ച പടം എടുക്കും എന്ന് സാർ പറയുകയും ചെയ്തു. അത്ര ഒരു ഇഷ്ടമായിരുന്നു അല്ലേ? പുള്ളിക്കാരൻ്റെ ഇഷ്ടമായിരുന്നു. അതല്ല, പിന്നെ കൂട്ടുകാർ അതായത് സിനിമയിൽ തന്നെ നസീർ സാറിന്റെ ഒപ്പം അഭിനയിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ. അവർ തമ്മിൽ ഇങ്ങനെ പരസ്പരം ഒരു ബന്ധം ഉണ്ടാവുമല്ലോ, ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പ്രത്യേകിച്ച്? അങ്ങനെ സാറിനെന്ന് വെച്ചാൽ എല്ലാരും ഇഷ്ടമാണ്. ഒരാളിനോടും അങ്ങനെ ഒരു ഇതില്ല. എല്ലാവർക്കും സാറിന് ഇഷ്ടമാണ്. അങ്ങനെയായിരുന്നു. എന്നെ ഒരു പ്രത്യേകിച്ച് ഇല്ല. പെണ്ണുങ്ങളെ നമ്മളെ പഴയ നടിമാരാണെങ്കിലും പിന്നെ പഴയ നായകന്മാരാണെങ്കിലും എല്ലാവരുമായിട്ട് സാറിനെയും വലിയ ഇഷ്ടമാണ്. സാറിനും ഇഷ്ടമാണ് എല്ലാവരും. ഇവര് ലൊക്കേഷനിലൊക്കെ എല്ലാവരുടെയും കൂടെ അല്ലേ സാർ ഇരിക്കുള്ളൂ, അല്ലാതെ മാറിയിരിക്കുക അങ്ങനെയൊന്നുമില്ല. പണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു തോന്നണല്ലേ ലൊക്കേഷനിൽ എല്ലാവരും? പണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ വെച്ചാൽ, ഈ പഴയ ഒരു കണ്ടു കാണുമായിരിക്കും എന്ന് തോന്നുന്നു. ഒരു പടത്തിന് ലൊക്കേഷൻ ഷൂട്ടിങ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് കൊടുക്കും. അപ്പൊ അന്ന് സാർ ഒരു കലങ്ങല് കണ്ടിട്ടില്ല. അന്ന് ഇങ്ങനെ നമുക്ക് വലിയ കാട്ടിലൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളോ മറ്റോ ഒന്നും കാണില്ല. അപ്പൊ അന്ന് അവിടെ ഒരു കലങ്ങുണ്ടായിരുന്നു. ആ കലങ്ങിനകത്തൊരു ഷീറ്റ് വെറുതെ ഒരു തോർത്തിനകത്തൊരു ഷീറ്റ് വിരിച്ച് ഒരു ഭാഗത്തോട്ട് നസീർ സാറും മറു ഭാഗത്തോട്ട് എം കൃഷ്ണനാഥ് സാറും പേപ്പറിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ അത് കണ്ടിരുന്നു.